ഇന്നൊരു പൊതിച്ചോറ് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ മുട്ട പൊരിച്ചതില്ല എൻ്റെ ഒരു പൊതിച്ചോറിൽ. അപ്പോൾ പകരമായിട്ട് നമുക്ക് മീൻ പൊരിച്ചതും ഉപ്പിലിട്ട മാങ്ങയും പിന്നെ മാങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയിട്ടായിട്ടുള്ള ഒരു അടിപൊളി ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് റൈസ് ഒന്ന് കഴുകിയൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി അത് ചേർത്ത് ഒരൊറ്റ വിസിലാകുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു പ്രഷർ ഇരുന്നതൊന്നും ബാക്കിയൊന്ന് കുക്കായി കിട്ടിക്കോളും. പിന്നെ ഞാൻ എടുക്കുന്നത് കോവയ്ക്കാണ്. നന്നായിട്ട് അതൊന്ന് കഴുകി ആ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസായിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നാലായിട്ടൊന്ന് മുറിച്ചിട്ട് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 10-12ഓളം ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി അതും ഒന്ന് മുറിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ മെഴുക്ക് പുരട്ടിയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമുക്കത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാൻ അത് ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റൗവിലോട്ട്. പിന്നെ അത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഒരു അരയോ 1/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു കോവയ്ക്കയും ചെറിയുള്ളി എല്ലാം ഒരു മിക്സ് ഉണ്ട്, അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഈ ഒരു കളർക്കൊന്ന് മാറിയത് ഈ ഒരു പാകത്തിനും കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടത് കുക്കായി കിട്ടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി തന്നെയാണ്. പിന്നെ നമുക്കൊരു മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് ഒരു ചെറിയൊരു പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് നല്ലോണം മസാലയൊക്കെ ഒന്ന് പുരട്ടിയൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ഉപ്പും മുളക് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തെടുക്കാം. മോര് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2-3 ചെറിയുള്ളി നീളത്തിലൊന്ന് മുറിച്ചതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം. പിന്നെ ഒരു 2 തക്കാളിയാണ്, ചെറിയ 2 തക്കാളിയും പിന്നെ 2 പച്ചമുളകും കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അത് തക്കാളിക്കൊന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. 2 കപ്പ് തൈരും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. ആ ഒരു തൈര് നമ്മൾ ചേർക്കുന്ന സമയത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യണേ. പിന്നെ നമ്മൾ ഫ്ലെയിം ഇട്ടിട്ട് തൈരൊന്നും ചേർക്കാനായിട്ട് പാടില്ല. അപ്പം തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പൊരിച്ച മീനാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഉപ്പ് പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കുറച്ച് മുളക് പൊടിയും 2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് അരച്ചൊന്ന് ഉരുട്ടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഫിഷ് ഒരു സൈഡൊന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ്. അതും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലോണം വാട്ടി ഒരു വാഴയിലോട്ട് നല്ല ചൂട് മട്ടയരിച്ചോറും പിന്നെ ഉപ്പിലിട്ട മാങ്ങയാണ്, അതും പിന്നെ ഉപ്പിലിട്ട മാങ്ങ ചേർത്ത് തയ്യാറാക്കിയെടുത്തുള്ള ചമ്മന്തിയാണ്. ചമ്മന്തി ഇത്തിരി വലുതായിപ്പോൾ കേട്ടോ, ഇത്രയും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതിയാകും. പിന്നെ കുറച്ച് മെഴുക്ക് പുരട്ടിയാണ്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, അതും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മീൻ പൊരിച്ചതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ആകാം. എനിക്ക് മുട്ടയും മീനും കൂടെ കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുട്ട വയ്ക്കുന്നില്ല. പിന്നെ തലേ ദിവസം നമ്മൾ വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ, അതിൻ്റെ ഒരു ചാറും കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് പൊതിഞ്ഞ് കിട്ടി 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കും. അത്രയും മതി, അത്രയ്ക്ക് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ മോര് കറി, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചൊന്ന് വെക്കുകയാണ്. ജസ്റ്റ് ഒരു റീൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ ഒന്ന് എടുത്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിയൊന്ന് തുറക്കാം. അപ്പോൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല മണം വരും. കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ കെട്ടി വെക്കണം കേട്ടോ. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറോടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു പൊതിച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.